കള്ളത്തരീക്കത്താരെ നേർച്ച നമ്മളെ പണ്ഡിതന്മാർ ഒരു നിൽക്കും അംഗീകരിക്കാത്ത നേർച്ചന്റെ ചിത്രങ്ങൾ കൊണ്ടുവന്നിട്ട് CD കയറ്റിയിട്ട് വിതരണം ചെയ്യും. കണ്ടോ സുന്നികളെ നേർച്ച കണ്ടോ എന്ന് പറഞ്ഞിട്ട് കുറെ ആന കുറെ ബൊട്ട് നമ്മളത് ഉണ്ടാക്കുന്ന ഇവര് കമ്മിറ്റി ചേർന്ന് ഉണ്ടാക്കുന്നതാ. ഇവരെന്നെ സ്വന്തം ഉണ്ടാക്കിയപ്പോ കാണിച്ച്. എന്നിട്ട് ഞാൻ അതിനെതിരെ സംസാരിച്ചത് കൊണ്ട് കൊണ്ടോട്ടിന്ന് സംസാരിച്ച് ഞാൻ കൊണ്ടോട്ടി നേർച്ചക്കെതിരെ അതിനോണ്ട് എന്നോട് വെറുപ്പ് ആർക്ക് സെൽഫി മൗലവിമാർക്ക്. പിന്നെ നാദാവൃത്തി ഞാൻ സംസാരിച്ചു. ഞാൻ ചോദിച്ചു ഞാനും കാന്തപുരസ്ഥാക്കിയെ അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പൊ മൗലവി പറയും നിങ്ങൾ രണ്ടാളോ സുന്നി, നിങ്ങൾ സുന്നിയല്ല, എന്നാ സുന്നിക്ക് ഇവരാ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി. ഒന്ന് കേട്ടോളി. മൂപ്പര് പറയാണെന്ത്, ഞാനിതൊക്കെ എതിർക്കുന്നയാളാണ്, ഞാൻ ഇതിനൊക്കെ അനുകൂലിക്കുന്നയാളല്ല. ആ രംഗം ഒന്ന് പെട്ടെന്ന് കണ്ടോളൂ. ഞാൻ നിങ്ങളോട് പറയട്ടെ, കള്ളത്തരീക്കത്തിനെതിരെ പ്രസംഗിക്കുന്ന നമ്മളെ മുന്നിൽ ഇവിടെ കൊണ്ടുവന്ന കള്ളത്തരീക്കത്തിന്റെ ശൈഖിന്റെ കൈപിടിച്ച് പെണ്ണുങ്ങൾ ചുംബിക്കുന്നത് ഇവിടെ കാണിക്കുകയാണ് മൗലവി. ഇതുപോലെ തന്നെ അതാ എന്റെ പ്രസംഗത്തിൽ ഞാൻ എവിടെയും പറയുന്ന ഒരു സംഗതിയാണ്, ഈ മക്ബറകളിൽ നടക്കുന്ന അനാചാരം, കുറെ വേണ്ടാത്ത മുട്ടും ഹറാമായ മുട്ടും പാട്ടും, അതുപോലെ തന്നെ കുറെ വാദ്യമേളങ്ങളും ഗാനമേളകളും നൃത്തങ്ങളും തോന്നിവാസങ്ങളും മക്ബറകളിൽ നടത്തുന്നതിനെതിരെ ഞാൻ എത്ര പ്രസംഗം നടത്തി. തിരൂരിൽ വെച്ച് പ്രസംഗിച്ച് അൽഹംദുലില്ലാഹ് മാറ്റിച്ചു, പല സ്ഥലങ്ങളിലും മാറ്റിച്ചു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അക്കൂട്ടത്തിൽ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ MA ഉസ്താദിന്റെ വളരെ കാലം മുമ്പുള്ള ഒരു ലേഖനം എടുത്ത് വായിച്ചു. അതിൽ പഴയ ഒരു ലേഖനമാണ്. അതിൽ അനാചാരത്തിൽ മഖബറയിലെ അനാചാരത്തിനെതിരാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇത്രയും കൂടുതൽ ഖബറിന്റെ അടുക്കൽ മഖബറകളിൽ അജ്മീറിലും നാഹൂറിലും അതുപോലെ അതേ ഇബ്രാഹിം ബാദുഷ തങ്ങളുടെ ഏർവാടിയിലും പല സ്ഥലങ്ങളിലും നൂറുകണക്കിന് അനാചാരം നടക്കുന്നുണ്ട്. പലരും പോയി സുജൂദ് ചെയ്യുന്നുണ്ട്, പലരും തോന്നിവാസം ചെയ്യുന്നുണ്ട്. അതിനെതിരെ ശക്തിയായി പ്രസംഗിക്കുന്ന എന്നെ ഗണ്ണിക്കാൻ വന്ന മൗലവി ഇവിടെ ചെയ്ത തോന്നിവാസമാണ് ഞാൻ പറയുന്നത്. കുറെ മഖബറകളിൽ നടക്കുന്ന ശറഇൽ പറ്റാത്ത അനാചാരങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ CD കാണിച്ചിട്ട് പറയും ഇതാണ് സുന്നികളെ ഏർപ്പാടെന്ന് പറയുന്നു. ഓ മൗലവി, പാവപ്പെട്ട ഞാനത് ചെയ്യാറുണ്ടോ? കാന്തപുരം ഉസ്താദ് സംഘടിപ്പിക്കാറുണ്ടോ? ഞങ്ങൾ അവേലത്ത് തങ്ങളെ ഉറൂസ് നടത്തുന്നത് നിങ്ങളൊന്ന് വന്നു നോക്ക്. ഞങ്ങൾ അവിടെ വാഴ് പറയുന്നു, ഞങ്ങൾ ഖുർആൻ ഓതുന്നു, അന്നദാനം നടത്തുന്നു. അത്തരം സൽക്കർമ്മങ്ങളല്ലാതെ നിങ്ങൾ പറഞ്ഞ തോന്നിവാസങ്ങൾ ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇതാണോ നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മുമ്പിൽ ആശയം പറയാനില്ലാഞ്ഞിട്ട് അതാണോ ചൂണ്ടിക്കാണിക്കുന്നത്? പാവപ്പെട്ട ഞാനത് ചെയ്യാറുണ്ടോ? കാന്തപുരം ഉസ്താദ് സംഘടിപ്പിക്കാറുണ്ടോ? നിങ്ങൾ ഉണ്ടാകും മാത്ര സുന്നി, ഇവരാപ്പെടുത്ത സുന്നി. സുന്നിക്ക് മെമ്പർഷിപ്പ് കൊടുക്കണ്ടേ മൂപ്പര? അപ്പോ ഈ മഖബറയിൽ സുജൂദ് ചെയ്യുന്നതിനെതിരെ, അതുപോലെ മഖബറെ തോന്നിയാസം ചെയ്യുന്നതിനെതിരെ ശക്തിയായി പ്രസംഗിക്കുമ്പോൾ മൗലവിക്ക് പിടിക്കുന്നില്ല. കാരണം മൗലവിക്ക് എന്ത് വേണോ? ഈ തെറ്റെല്ലാം മഖബറയിൽ നടക്കണോ. എന്നാ എന്ത് ചെയ്യ? അത് ചൂണ്ടിക്കാണിച്ച് കണ്ട മഖബറെ സുജൂദ് ചെയ്യുന്ന കണ്ട, മഖബറയിൽ മറ്റേ നടക്കുന്ന കണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവർക്ക് സുന്നത്തി ജമാഅത്തിനെ തകർക്കണം. മൗലവിമാർക്ക് ഈ മഖബറയിൽ നടക്കുന്ന സുജൂദും അനാചാരവും കാണിച്ചിട്ട് വേണമെന്ത് സുന്നത്തി ജമാഅത്തിനെ തകർക്കാനേ. അപ്പൊ ഇത് നിന്നോ എന്നുള്ള പേടിയാണ് മൗലവിമാർക്ക്. എന്നാ നിങ്ങൾക്ക് കേൾക്കണം, ഇവർക്ക് സമുദായത്തോടെ ഒരു കൂറ് വേണ്ടേ? ഈ അടുത്ത് തൃശ്ശൂർ ജില്ലയിൽ ചേറ്റുവാൻ എന്ന സ്ഥലത്തുനിന്ന് എന്തിനായി അറിയോ? കുറെ ചെണ്ട പൊട്ട് മഖബറയിൽ, മഖബറിന്റെ അടുത്തുനിന്ന് നേർച്ചാന്ന് പറഞ്ഞു. പിന്നെ കുറെ ആന, ഒരാനക്ക് ഒരൊറ്റ ഹാലളകൽ, ആനക്ക് ഹാലളിയിട്ടും കൊന്ന് മനുഷ്യന്മാരെ കൊന്ന്. ആ കൊല്ലുന്ന ഒരു രൂപമുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചാലും ബേജാറായി പോകും. ചിലർക്കെല്ലാം ഓർക്കൽ സ്വപ്നം കാണും. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ബേജാറുള്ളവരൊന്നും നോക്കണ്ട, പെണ്ണുങ്ങളും നോക്കണ്ട, കാരണം ബേജാറായി പോകും. അല്ലാത്തവർ മാത്രം ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ആന മനുഷ്യരെ കൊല്ലുമ്പോൾ എന്ത് തോന്നിവാസം, മഖ്ബറ ഇങ്ങനത്തെ തോന്നിവാസം എത്ര കാലമായി ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഈ മൗലവിമാരാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒന്ന് ചെറുങ്ങനെ വെച്ചു വിട്ടാ മോനെ, ശബ്ദമൊന്നും ഇല്ലാണ്ട് ബേജാറായി പോകും. കണ്ടായി നേർച്ചയുടെ പേര് നടക്കുന്ന അനാചാരായി.
ആന മനുഷ്യനെ കൊല്ലുന്നതാണ്. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എവിടെയും ഹക്ക് ഹക്കായി പറയുന്നുണ്ട്. അവരതിന് ഉത്തരവാദികളല്ല.